ന്യൂട്ടൺ ഹോം സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കോന്നിയിലാണ്. കോന്നിയിൽ അനീഷേട്ടനും അനുവിനും നിർമ്മിച്ച സ്വപ്ന സുന്ദര ഭവനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഏകദേശം 5 സെന്റിൽ 3 ബെഡ്റൂം, 4 ബാത്റൂം, കിച്ചണ്, വർക്ക് ഏരിയ, ലിവിങ്, ഡൈനിങ് എല്ലാം ഉൾപ്പെടുന്ന അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം. വിശേഷങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഗോൾഡൻ കളർ ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു 2 പാളിയുടെ ജനൽ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ ഉള്ള സ്പേസ് ആണ്, അത് പിന്നീട് ഇവർ ചെയ്യുമായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, നമ്മൾ ഏകദേശം ഒരു 1.5 മാസത്തോളമായി നമ്മുടെ പാല് കാച്ചി കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇവരിപ്പോൾ ഏകദേശം താമസവും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള പരിമിതികളുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിനകത്ത്. പിന്നെ നമ്മളിവിടെ സിറ്റൗട്ടിനകത്തേക്ക് നമ്മൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ. പിന്നെ നമ്മളൊരു ഫ്രഞ്ച് ജനൽ വെച്ചിട്ടുണ്ട്, അതിന് നമ്മൾ വെറൈറ്റി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രേ കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത്, അതിൻ്റെ അത് അറിയാതിരിക്കാൻ വേണ്ടി ഒരു വാള് ചെയ്തിട്ട് അതിലും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിലായിട്ട് നമ്മളൊരു ഗ്രീൻ കളർ പെയിന്റ് നമ്മൾ മേളിൽ കൊടുത്തിട്ടുണ്ട്. മേളത്തെ വിശേഷങ്ങളിൽ പിന്നെ UPVCയുടെ ഡോറും കാര്യങ്ങളെല്ലാം കൊടുത്തത് അതെല്ലാം മേളിൽ ചെന്നിട്ട് നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ഇവിടെ വാം കളർ ലൈറ്റ്സ് നമ്മൾ 3 വാട്ട്സിൻ്റെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെൽ പുഷ് കാര്യങ്ങൾ. പിന്നെ സിറ്റൗട്ടിലായാലും 6 വാട്ട്സിൻ്റെ 2 ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പുറത്തെ വിശേഷങ്ങൾ. നമുക്ക് നേരെ അകത്തെ വിശേഷങ്ങളിലോട്ട് പോയാലോ. നമ്മൾ നേരെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തേക്കിൽ തീർത്ത മനോഹരമായിട്ടുള്ള എന്നുവെച്ചാൽ 3/4 ആലുവായിട്ടുള്ള ഡോറാണ്. പിന്നെ അതിന് അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കസ്റ്റമറിന് 2-3 ഡിസൈൻ കൊടുത്തപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ഇത് ഡോർസ്. പിന്നെ നമ്മൾ ഇവിടെ ഹാളും ലിവിങ്ങും ഡൈനിങ്ങുടെ സെപ്പറേഷൻ ഒന്നുമില്ല, ഒറ്റ നീളത്തിലാണ് കിടക്കുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 28x12 ആണ് നമ്മുടെ ഇതിന്റെ ലിവിങ്ങും ഡൈനിങ്ങിന്റെ ഇവിടെ സ്പേസ് വരുന്നത്. ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കോർണർ സെറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 പാളിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഫ്രഞ്ച് ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിപ്സം സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഹാളിലായിട്ട്. ഇവിടെ നമ്മൾ 10 വാട്ട്സിന്റെ ഒരു 4 ലൈറ്റും പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു TV യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാൾ ഫാനിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെല്ലും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡൈനിങ്ങിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും പിന്നെ പ്രൊഫൈൽ ലൈറ്റും 6 വാട്ട്സിന്റെ 2 ലൈറ്റ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ്ങിന്റെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കൗണ്ടർ ടോപ്പായിട്ട് നമ്മളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മിററും ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിന്റെ എല്ലാം പോയിന്റ് നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ കോമൺ ടോയ്ലറ്റിലോട്ടാണ്. കോമൺ ടോയ്ലറ്റിന് നമ്മൾ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷവർ, വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്. പിന്നെ ഇവിടെ നമ്മളൊരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലഷ് ടാങ്കും കാര്യങ്ങളും എല്ലാം മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിന് ചെറുത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ UPVCയുടെ ഡോർസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4x2ന്റെ ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ താഴെ തൊട്ട് 10 അടി, നമ്മുടെ 10 അടി ഹൈറ്റ് വരെ നമ്മുടെ ടൈൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ പറഞ്ഞിട്ട് സെപ്പറേറ്റഡ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വുഡും കാര്യങ്ങളും എല്ലാം ഇത് നമ്മൾ പ്ലാവിന്റെ ഡോർസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 10x9 സൈസാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് പറയുന്നത്. ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡിന്റെ പെയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ്, അതുപോലെ തന്നെ ഫാൻ പോയിന്റ്. പിന്നെ 10 വാട്ട്സിന്റെ 4 ലൈറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC-യുടെ പോയിന്റും ബെഡ് കൺട്രോള്. പിന്നെ ഇവിടെ 2 പാളിയുടെ 2 ജനലാണ് നമ്മൾ ഈ റൂമിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് ബ്ലൈൻഡ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ റൂമിന്റെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ടൈലിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞാൽ ഹാളും ബെഡ്റൂമും എല്ലാം ഒരു ടൈപ്പ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഐവറി വൈറ്റ് കോമ്പിനേഷൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ റൂമുകൾ തമ്മിൽ പാർട്ടിഷൻ ചെയ്യാനുള്ള ഒരു ബ്ലാക്ക് സെപ്പറേറ്റഡ് ടൈലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോറും മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തും ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും 10 വാട്ട്സിന്റെ 4 ലൈറ്റ്സ്, പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സിന്റെ വെറൈറ്റി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x12 ആണ് ഈ റൂമിന്റെ സൈസ് വരുന്നത്.
പിന്നെ ഇതിനകത്ത് ഒരു TV യൂണിറ്റ് എന്നുണ്ടെങ്കിൽ CCTV വെക്കണമെങ്കിൽ അതിൻ്റെ കാണാനായിട്ടുള്ള യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ് കൺട്രോളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പാളയുടെ ഒരു ജനലും അതുപോലെ തന്നെ 2 പാളയുടെ ഒരു ജനലുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പിന്നെ നമ്മൾ ബ്ലൈൻഡ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഡ്രസ്സിങ്ങിന്റെ യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മേളിൽ വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തതാണ്. എല്ലാവരും ഇനി ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വിചാരിക്കുന്നത്. കസ്റ്റമർ ചോയ്സ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് വാൾമൗണ്ട് ക്ലോസറ്റ് ആണ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു വാഷ് ബേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്ന കിച്ചണകത്തോട്ട് നമ്മളൊരു ഫോൾഡിങ് ഡോർ ചെയ്തിട്ടുണ്ട്. ഇത് അനുവിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ ചെയ്തതാണ്. കിച്ചണകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ WPF മോഡലിലാണ് നമ്മുടെ കബോർഡ്സ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിപ്പോഴത്തെ കളർ സെലക്ഷൻ മൊത്തം ചേട്ടൻ്റെയും അനീഷന്റെ അനുവിൻ്റെയും കൂടെ. പിന്നെ ഇവിടെ ഗ്യാസിന്റെ അടുപ്പും കാര്യങ്ങളും, പിന്നെ ഗ്യാസും എല്ലാം ഇവിടെ പുറത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സിങ്ക്, അതുപോലെ തന്നെ ഇവിടെ വാട്ടർ പ്യൂരിഫയറിന്റെ പോർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ സ്പൈനറാമ്പിന് 4 സോക്കറ്റ് മൊത്തം കൊടുത്തിട്ടുണ്ട്. ക്രോൺ ചെയ്യാനായിട്ടുള്ളൊരു യൂണിറ്റ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ യൂണിറ്റ്, പിന്നെ ആ ഫ്രിഡ്ജിന്റെ മേളിലായിട്ട് തന്നെ ഒരു ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, പിന്നെ 6 വാട്ട്സിന്റെ 2 ലൈറ്റ്. പിന്നെ ഈ കബോർഡിനകത്തെല്ലാം ഗ്ലാസ് പോർഷൻ വരുന്നിടത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ പോകുന്ന വർക്ക് ഏരിയക്കകത്തോട്ടാണ്. വർക്ക് ഏരിയക്കകത്ത് നമ്മൾ ബ്ലൂ ഷെയ്ഡ് കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സി വെക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടറിന്റെ പോയിന്റ്. പിന്നെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം പാല് കാഴ്ച കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് ശേഷമാണ്. ഇവിടെ താമസവും കാര്യങ്ങളെല്ലാം തുടങ്ങി, പാചകവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പുകയില്ലാത്ത അടുപ്പ് കൂടെ ചെയ്തു. ഇവിടെ ഒരു ഗ്യാലായിട്ടും പ്രൊഫൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്ക്വയർ ട്യൂബേലാണ് നമ്മൾ ടൈലാണ്. എല്ലാ റൂമിലും നമ്മൾ